ഇക്രിമ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം മരിച്ചുപോയ ഒരു വലിയനെ, ഒരു നബിയിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയ ഒരു തെളിവ് നിങ്ങൾ ഹാജരാക്കിയാൽ നിങ്ങൾ പറയുന്ന പണി മുജാഹിദ് ബാലുശ്ശേരി ചെയ്യും. ചോദ്യം എന്താണ്? ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആയതിനു ശേഷം ഒരു നബിയെയോ ഒരു വലിയനെയോ മരണപ്പെട്ടു പോയവരെ വിളിച്ച് സഹായം തേടിയതിന്റെ ഒരു ദുർബല റിപ്പോർട്ട് പോലും നിങ്ങൾ ഹാജരാക്കിയാൽ എന്റെ തലമുണ്ടനം ചെയ്ത് പിരികം പഠിച്ച് മീശയും താടിയും പഠിച്ച് വള്ളിട്ടൗസറിട്ട് കർണാടക ടൗണിലൂടെ ഞാൻ നടന്നു പോകും. അടുത്ത ചോദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗം അവര് ഏത് നബിയുടെ ദർഗയിലാണ് ഉറൂസ്? ആന ഉണ്ടായിരുന്നല്ലോ, അബ്രത്തും കൂട്ടരും ഫീൽ എന്ന് പറഞ്ഞ അധ്യായം ഖുർആനിലില്ലേ? ആന എന്ന് പറഞ്ഞ അധ്യായം. അപ്പൊ ആന ഉണ്ട് ഉറപ്പാ. ഈ ആനയെ ആനപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് നേർച്ച സ്ഥലത്ത്. അങ്ങനെ സ്വഹാബികളിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്വഹാബികള് ഏതെങ്കിലും ഒരു മഹാന്റെ ദർഗയിൽ ഉറൂസ് കൊണ്ടാടിയതായി നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മംഗലാപുരത്തിന്റെ ടൗണിൽ ഞാൻ ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ആണിന്റെ പുറത്തൂടെ കടന്നു പോകുന്ന നട്ടെല്ലുണ്ടെങ്കിൽ, പൈതൃകം അവകാശപ്പെടാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തെളിയിക്കുക. മൂന്നാമത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും 1,00,000-ൽ പരം വരുന്ന സ്വഹാബത്തിന്റെ ഭാര്യമാരും ആണും പെണ്ണും മോരും മുതിര വെച്ച പോലെ ദർഗയിലെ ഉറൂസിൽ തൊട്ടുരുമ്മിയ ഒരു ഹദീസ്, അതായത് നബിയുടെ സ്വഹാബത്തിന്റെ ഭാര്യമാരുടെ മാറിടവും വേറൊരു സാബിയുടെ മാറിടവും കൂട്ടി ഒരതുന്ന ഭീമാപ്പള്ളി ഉറൂസ് പോലെ, ഉള്ളാളം ഉറൂസ് പോലെ, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഉറൂസ് പോലെ ആണും പെണ്ണും മെടകലർന്ന ഒരു ഉറൂസ് അക്കാലത്തുണ്ടായി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാനെടുക്കും. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബ വനിതകളും പള്ളിയിൽ പോയിരുന്നു, നിസ്കരിച്ചിരുന്നു, ജുമഅക്ക് കൂടിയിരുന്നു, സൂറത്ത് ഖാഫ് പഠിച്ചിരുന്നു എന്ന് 150-ലധികം വരുന്ന തെളിവ് കൊണ്ട് സ്ഥാപിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾ